താങ്ക് യു. തീർത്ത ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ എന്ന ഈ സോങ്? ഇത് ഗിരീഷ് സാറാണ്. എനിക്ക് ഇതിനു മുന്നേ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ക്യാമറേനും ലൈറ്റ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്താ മക്കളെ അത് കടിക്കുവോ പിടിച്ച്? എന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു, ടെൻഷൻ. അപ്പോ സാറാണ് എനിക്കിതൊക്കെ മാറ്റി തന്ന്. എങ്ങനെ എന്തൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ്? അതെ, നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ എങ്ങനെയായിരുന്നു ആ പേടി മാറ്റിയത് തീർത്തേടെ? എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു ഗണിത അധ്യാപകനാണ്. കോട്ടോപ്പടം കല്ലടി അബ്ദുവാജി ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. തീർത്തേനെ ഞാൻ 4 വർഷം മുന്നേ ഒരു 9 വയസ്സ് പ്രായത്തിലാണ് കാണുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്. അപ്പോൾ മറ്റൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പാതി വഴിയിൽ അവൾ വെള്ളം ഇറക്കുകയും അല്ലെങ്കിൽ ലൈറ്റിനെയൊക്കെ കാണുമ്പോൾ ഒരു പേടി അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് സൈക്കോളജിയുടെ ഒരു പഠിതാവാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹോ, എൻ്റെ മകളും സൈക്കോളജിയാണ് പഠിക്കുന്നത്. അവള് അവിടുത്തെ ടോപ്പറാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന പേടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മനോധൈര്യം, അതിൻ്റെ കുറവ്, അങ്ങനെ സെൽഫ് എസ്റ്റീം കുറവ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർക്കാവുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗണിത അധ്യാപകനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. തീർത്ഥക്കുട്ടീനെ അങ്ങനെ സഹായിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിയോഗമായി കാണുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വേദിയിൽ അവളുടെ ഒരു എന്താ പറയുക ക്ഷണിതാവായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടിയത്. പ്രത്യേകിച്ച് ഒരു കണക്ക് മാഷ്ക്ക് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ഹരിച്ചേട്ടാ. തീർത്ഥ ആസ് യൂഷ്വൽ പൊളിച്ചു. താങ്ക് യു സർ. നല്ല സോങ് ചോയ്സ്, നല്ല സെലക്ഷൻ. ലൈക്ക് തീർത്ഥയ്ക്ക് പറ്റിയൊരു സോങ് ആയിരുന്നു. നല്ല രസമായിട്ട് പാടി, നല്ല ഇമോഷൻ, കറക്റ്റ് ലിറിക്സ്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തീർത്ഥയുടെ ഇന്നത്തെ പെർഫോമൻസ്. എനിക്ക് ആകെ തീർത്ഥയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയ ഒരൊറ്റ കാര്യം, ഒരു ചെറിയ ഷിവറിങ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ടേം എഴുതി വെച്ചിരിക്കുന്നത്. ലൈക്ക് സസ്റ്റെയിൻ നോട്ട്സ് പാടുന്ന സമയത്ത് ആ ഒരു ഹമ്മിങ് ഇല്ല ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ആലാപ്പ്, അതൊന്ന് പാടാവോ? നമ്മളെ വെറുതെ സാ പാടിക്കേ. സാ ഓരോ നോട്ട്സ് ആയിട്ടൊന്ന് പാടാവോ? ഷിവർ ചെയ്യാതെ ഒന്ന് സ്ട്രെയിറ്റ് നോട്ടായിട്ടൊന്ന് പിടിച്ചു നോക്കിയാ. നെക്സ്റ്റ് നോട്ട്. നെക്സ്റ്റ് നോട്ട്. ഓരോ നോട്ടായിട്ട് പാടിക്കോ. കണ്ട, അതിലൊന്ന് വർക്ക് ചെയ്യണം കേട്ടോ. ഈ സ്ട്രെയിറ്റ് നോട്ട്സ് നമ്മൾ മേ ബി കോൺഷ്യസ് ആവുന്നതുകൊണ്ടും ചെറിയൊരു ഉള്ളിലൊരു സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് ഈ ഷിവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രാജ്വലി നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. ഉടനെ വേണമെന്നില്ല, എന്നാലും അത് ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പം ഇങ്ങനത്തെ സസ്റ്റെയിൻ നോട്ട്സൊക്കെ പാടുമ്പോൾ അതൊരു സുഖം വരണമെന്നുണ്ടെങ്കിൽ അത് വിത്തൗട്ട് എനി ഷിവർ അല്ലെങ്കിൽ അതിലൊരു ഒരുപാട് വിബ്രാറ്റോസ് ഒന്നും ഇല്ലാതെ വന്നാൽ അത്ര നല്ലതായിരിക്കും. ഇപ്പം അവിടെ തരാ ഈ സാധനം വരുമ്പം തരാ ചെറിയ വിബ്രാറ്റോ മതി. ആ ഫീൽ അങ്ങ് കളയും. സോ അതിലാണ് തീർച്ചയായും ഇനി വർക്ക് ചെയ്യേണ്ടത്. ആ സസ്റ്റെയിൻ നോട്ട്സ് കഴിയുന്നതും പ്ലെയിൻ ആയിട്ട് തന്നെ. ഇപ്പോൾ ഇറങ്ങുന്ന സോങ്സിലൊന്നും ഒരുപാട് വിബ്രാറ്റോസ് ഇല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആവശ്യമുള്ള വിബ്രാറ്റോസ് കൊടുത്താൽ മതി നമ്മൾ. ഈവൻ ഈ സോങ്ങിൽ ശ്രേയാജി അങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് നോട്ട്സ് ആയിട്ട് തന്നെ പാടാൻ നോക്കണം കേട്ടോ. അല്ലാതെ ഇറ്റ് വാസ് ടു ഗുഡ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഒരു പിച്ച് ഔട്ടോ അല്ലെങ്കിൽ ഇവിടെ ബെറ്റർ ആക്കാമായിരുന്നെന്നോ അങ്ങനൊന്നും ഇല്ല. ക്ലീൻ ആയിട്ട് പാടി, നല്ല വളരെ ശ്രദ്ധയോടെ നന്നായിട്ട് ഈ 2 റൗണ്ട്സും തീർത്ത സ്കോർ ചെയ്തു. വെരി ഗുഡ്, സൂപ്പർ. അല്ലെങ്കിൽ തീർത്ഥ ഇനിയിപ്പോ എങ്ങനെ പാടിയാലും കുഴപ്പമില്ലല്ലോ.
അതെ. ഗോൾഡൻ മൈക്ക് കിട്ടിയല്ലോ. ഗോൾഡൻ മൈക്ക് കിട്ടിയല്ലോ. ഇപ്പം എലിമിനേറ്റ് ആവുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒട്ടും ടെൻഷൻ വേണ്ടായിരുന്നു. അതെ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അതെ, എന്നാലും വേണമല്ലോ. അതെ, എന്നാലും വേണമല്ലോ ഒരു ഷിവറിങ്. അല്ല ഷാനെ, ഇന്ന് ആകപ്പാടെ മോക്കുള്ള ടെൻഷൻ സാറിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതെ, സാറിന്റെ സൈഡിൽ നിന്ന് പാടുന്നു എന്നുള്ള ഒരു ടെൻഷൻ. പേടി മാറ്റിയ സാറ്. മോളെ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ജസ്റ്റ് അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻ ഒന്ന് പാടിത്തരാം. തൂമഞ്ഞും തീയാവുന്നു നിലാവിൽ നീ വരില്ലെങ്കിൽ. ഇറ്റ്സ് നൈസ്. നേരത്തെ പാടിയപ്പോ എന്തോ എനിക്ക്, കാരണം അതുവരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇല്ല, തോന്നിയതായിരിക്കും ചിലപ്പം. അതുപോലെ മോളെ ചരണത്തിന്റെ ഇത് എന്താ അത് തെറ്റായി എഴുതിയാക്കുന്നത് വെച്ചത് പാർത്തിങ്കളോ മോളെ, എന്താ അത്? വാതിലുകൾ തുറന്നു. വാതിലുകൾ. ഓക്കെ, അപ്പൊ എഴുതിയാക്കുന്നത് ലാ ഇല്ല, വാദികൾ. ആ 2 ലൈൻ കൂടി ഒന്ന് പാടി. എനിക്ക് വാതിലുകൾ തുറന്നടയ്ക്കും, അതൊന്ന് കേൾക്കാൻ വേണ്ടി. തുറന്നടയും. വാതിലുകൾ തുറന്നടയും. അത്രേ ഉള്ളോ? കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം മോളെ. വാതിലുകൾ തുറന്നടയും നീലാനാളമായി നീ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ തീർച്ചയായും എപ്പോഴും കാണുന്ന ഒരു കംപ്രസ്ഡ് സിംഗിങ് ഉണ്ട്. നമുക്ക് ഇനി ഇടയ്ക്ക് ഒന്ന് തുറക്കുന്ന പാട്ടുകളൊക്കെ ആവാം. അതെ, കറക്റ്റ് അല്ലേ? കുറച്ചും കൂടി ഓപ്പൺ സിംഗിങ് കൊണ്ടുവന്ന, ഇങ്ങനെ ഒതുക്കി വെച്ച് പാടാതെ വളരെ ഒരു ത്രോട്ട്, ഒരു ഓപ്പൺ ത്രോട്ടിൽ പാടുന്ന സാധനം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറച്ച് ഓപ്പൺ ചെയ്യാം. ഈവൻ എക്സ്പ്രസീവ് വൈസ് ആണെങ്കിൽ ഇങ്ങനെ അവിടെ അടയ്ക്കാണ് ചെയ്യുന്നത്. അവിടെ യു ആർ ലെറ്റിംഗ് ഇറ്റ് ഔട്ട്, അല്ലേ? ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരണം. അതർവൈസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. താങ്ക് യു സർ. ശരി, താങ്ക് യു ഷാനിക. ശരത് സാർ. ഹായ് മോളെ. ഹായ് സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. നല്ല സുഖമുണ്ടായിരുന്നു മോള് പാടി. താങ്ക് യു സർ. അതേപോലെ നീ ചില സംഗതികൾ പാടുന്നതും ഒക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ തന്നെ മോള് മുമ്പോട്ട് പോവുക. പക്ഷെ ഇത് കുറച്ചും കൂടെ തുറന്ന് പാടുന്ന പാട്ടുകൾ എടുത്തു കൊണ്ടുവന്ന് അലക്കണം കേട്ടോ, ധൈര്യമായിട്ട്. ബാക്കിയൊക്കെ എനിക്ക് മോളെ, ഇത് ഈ വാതിലുകൾ, 2ാമത്തെ വാതിൽ കറക്റ്റായിട്ട് അടച്ചില്ല, കൊതുക് കയറും. ഒന്ന് പാടാമോ? മോളെ ആ സംഗതി എങ്ങനെയാണോ, വാന്നാണോ അതോ വാതിലുകൾ? ഫസ്റ്റ് വാതി, പിന്നെ അല്ലേ, പിന്നെ പ്രതി, അല്ല പിന്നെ വാതിലു. ഇപ്പൊ ഏതാണ് ഇപ്പൊ എനിക്ക് തുറന്ന് ഇട്ടേക്കുന്ന വാതില്? ലാസ്റ്റ്. അല്ല മോളെ, ഈ ഫസ്റ്റ് പല്ലവിയുടെ വാതിൽ. വാതിലുകൾ അതിനൊരു ക്ലാരിറ്റി മോളെ. വാതിലുകൾ. അത്രേ ഉള്ളൂ. പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു മോള് പാടുന്നത്. ഈ വാതിലുകൾക്കുള്ള ഒരു കുഴപ്പം ഞാൻ പറയാം. മോളെ പിടിച്ചടച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വിരലൊക്കെ ഇരുന്ന് ചാതയും. അതുകൊണ്ട് അതൊരു ഇച്ചിരി പതുക്കെ അടയ്ക്കുക. ആ മോള് പാടുന്ന സംഗതിയുടെ സ്പീഡുണ്ട്. നമ്മൾ കഴിഞ്ഞ പാട്ടിലും പറഞ്ഞിട്ടുണ്ട്, വെപ്രാളം പിടിച്ച് പാടി തീർക്കണ്ട. അതിനൊരു ക്ലാരിറ്റി അതേ കേൾക്കത്തുള്ളൂ. ആ സംഗതിയുടെ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അപ്പം അത് ശരിയായിക്കൊള്ളാം. ബാക്കിയൊക്കെ മനോഹരമായി, ബ്യൂട്ടിഫുൾ ആയിരുന്നു മുത്തേ. താങ്ക് യു ശരത് സാർ. തീർത്താ? അപ്പൊ നല്ല കമന്റ്സ് ആണ് അടുത്ത പാട്ടിനും കിട്ടി. നമുക്ക് മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സാർ. യെസ് മാർക്ക്. മക്കളെ കുഞ്ഞേ, 9 മാർക്ക്. താങ്ക് യു സർ. അടിപൊളി ഷാനിക. ഓക്കെ, അപ്പൊ മാർക്കെല്ലാം സേഫ് ആണ്. അടിപൊളി മാർക്കാണ്. ഓക്കെ.